അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ബുഖാരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫ മിൻഹു വലം യുഅ്തിഹി അജ്റഹു. ഒരാൾ തൻ്റെ ആവശ്യത്തിനായിട്ട് ഒരാളുടെ പണിക്ക് നിപ്പാടിത്ത് ആ പണിയെല്ലാം എടുത്ത ആൾക്ക് കറക്റ്റ് അയാൾ ശമ്പളം കൊടുത്തില്ല. പണിയെല്ലാം ഏർപ്പാട്ടി നല്ല അതിൽ കഷ്ടത്തെ അധ്വാനിച്ചിട്ട് പണിയെടുത്ത്, പക്ഷേ ഇയാൾ എന്താക്കില്ല, പണിയെടുത്തിട്ട് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അന ഹസ്മുഹും യൗമൽ ഖിയാമ, എന്നാൽ ആഖിറത്തിൽ അവൻ്റെ എതിരിലായിട്ട് ഞാൻ വാദിക്കുക അള്ളാഹുടൊട്ട. എന്നിട്ട് ഈ ആൾക്ക് ശമ്പളം കിട്ടാത്ത ആൾക്ക് ഞാൻ എന്താക്കുക, ന്യായം കൊടുക്കുക, അള്ളാഹുടൊട്ട ന്യായം എടുത്ത് കൊടുക്കുക. ആ കൊടുക്കാത്ത ആളുടെ എതിരിലായിട്ട് ഞാൻ അള്ളാഹുടൊട്ട വാദിക്കുകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എച്ചരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങളെ ആവശ്യത്തിനായിട്ട് പണിക്കാരെ ഞങ്ങൾ നിപ്പാട്ടലുണ്ട്. അഥവാ പണിയെടുപ്പാട്ട ആളെ കുട്ടി അവത്ത് വന്നിട്ട് പണിയെടുപ്പാട്ട പണിയെല്ലാം എടുത്താൽ പിന്നെ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അയാൾ നയിച്ചേക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. പക്ഷേ ചില ആൾമാർക്ക് ആ കൊടുക്കുന്നത് വരെ ഇൻട്രസ്റ്റ് ഇല്ല. പണിയുടെ പാട്ടുമാർ ഉഷാറിക്കട സുബേരെ വിളിച്ചിട്ട് അസർത്തോ പണിയുടെ പാട്ടാണ്. എന്നിട്ട് അയാൾ നയിച്ചേക്ക് അയാൾക്ക് ശമ്പളം കൊടുക്കൂ എന്തോ ഒരു മീനാമേശ പോലെ ഒരു ഇതില്ല, എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരാൾ കൊടുക്കടതല്ല, ഒരാൾ കൊടുക്കടതും ചൗക്കാശി കാട്ടേ, അങ്ങനെ ആവോ തീര. കൊടുത്തില്ലെങ്കിൽ നാല് ആഖിറത്തിൽ കുടുങ്ങേണ്ടി വരും. ഇന്ന് കൊടുത്തതിൽ ചൗക്കാശി കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താവല്ല, ബർക്കത്തിക്കല്ല. ഇന്നൊരു ഹദീസിൽ കാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു, ഊത്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അർഖഹു. നിങ്ങൾ പണിയെടുക്കുന്ന ആൾമാരുടെ കൂലി അഥവാ അങ്ങനെ ശമ്പളം നിങ്ങൾ കറക്റ്റ് കൊടുക്കറു, അങ്ങനെ വേർപ്പ് 6 മുന്നലായിട്ട് കൊടുക്കറുണ്ട്. അപ്പോൾ കഷ്ടം വന്നിട്ട് അങ്ങ് പണിയെടുത്താറ്, അപ്പോൾ അങ്ങ് പണിയെടുത്താൽ പിന്നെ അങ്ങനെ വേർപ്പ് 6 മുന്നലും അങ്ങൊരു സന്തോളാക്കറു. പക്ഷെ നിങ്ങൾ വേഗം കൊടുത്തു വിടുക. അങ്ങ് വലിയ ആശലായിട്ടിക്കിട്ട് ആ പണിയെല്ലാം എടുക്കരുത്, വെറുതെ ആരും പണിയെടുക്കില്ലല്ലേ. അങ്ങനെ പിന്നെ മക്കളെ വലുത്തമായിട്ടിക്കിട് അങ്ങ് കുറേ ആവശ്യക്കിട് ആവശ്യം നേടുകയായിട്ട് അങ്ങ് എന്താക്കണം, ഞങ്ങളുടെ പണിക്ക് വേണ്ടേ. ആ പണിയെല്ലാം എടുത്താൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ശമ്പളം കൊടുത്തില്ലെങ്കിലാ, അല്ലെങ്കിൽ ആ കൊടുക്കുന്നതിൽ നിങ്ങൾ ചൗക്കാശി കാട്ടിയെങ്കിലാ എത്ര ബേജാറാവും. ആ ബേജാറ് നിൽക്ക് ഷാപ്പായിട്ട് അങ്ങനെ സന്തോളാക്കിടുന്ന ഞങ്ങളെ കടമയായിട്ടിക്കിട്. എത്രയോ ആൾമാരുള്ളാറ് റായത്തിൽ വലിയ പേരും പ്രശസ്തിയെല്ലാം ഉണ്ട്, വലിയ കൊടുകൈ ദാനിമാരായിട്ടിക്കിടാറ്. അങ്ങനെ അണ്ടറിൽ പണിയെടുക്കുന്ന ആൾമാരിട്ട ഇങ്ങനെ വിഷയമൊക്കെ അങ്ങ് ചെല്ലത് എന്നൊരു ഉസ്താദ് ബാക്കിയൊക്കെ എല്ലാം കൊടുക്കിടാറ്. ഞങ്ങൾ പണിയെടുത്തേക്ക് ഞങ്ങൾക്ക് കറക്റ്റ് ശമ്പളം തണ്ടിലായാൽ കേട്ടു അതാ കണ്ടെത്താം. പണിയെടുത്തേക്ക് ശമ്പളം കൊടുക്കില്ലേ, പുറത്തുള്ള ഭയങ്കര കൊടുകൈ ദാനി എന്ത് പേരും പ്രശസ്തി കിട്ടല്ലേ, ഉൽഗത്തിൽ എന്തില്ല നയിച്ചങ്ങൾക്ക് ശമ്പളം കൊടുക്കില്ല. ഇത് മഹാ തപ്പായിട്ടിക്കിടും. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് വേനായിട്ട് പണിയെടുത്ത ആൾമാർക്ക് അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ചന്ത നോക്കണം. അങ്കെന്തോ ഞങ്ങളെ കൊണ്ട് കുറച്ചാവോ തീര, അങ്ക് സന്തോളാക്കണം. ഒരാളിപ്പോൾ പണിയെടുത്തിട്ട് എത്രയുള്ളതിൻ്റെ പണിയെടുത്തത്, എൻ്റെ പണിയെടുത്തേക്ക് 500 രൂപ, പിടിച്ചോളൂ 600 രൂപ, 100 രൂപ എക്സ്ട്രാ എൻജോയ് ആക്ക്. ഇപ്പം ഞാൻ കറക്റ്റ് നീ റാഹത്തിലേക്ക് ചെന്നിട്ട് 100 രൂപ കൊടുക്കുമ്പോൾ എത്ര കൊസിയായിട്ട് മനസ്സിൽ എത്ര ദ്വാരക്കിടും. പിന്നെ എപ്പോഴും നിന്നെ സംബന്ധിച്ചിട്ടായാലും നല്ല അഭിപ്രായം ചെല്ലു, അല്ലെങ്കിൽ എപ്പോഴും നിന്നെ സംബന്ധിച്ചിട്ടായാലും എന്താക്കിയിട്ട് കുട്ടിയണ്ടിക്കിടും വേറാങ്ങോട്ട് പ്രയോജനമില്ലായിട്ട് 4 ആൾ നിൻ്റെ സംബന്ധിച്ച് പ്രയോജനമില്ല ചെന്നിട്ടായെങ്കിൽ പിന്നെ നിൽക്കത് ലാനത്തായിട്ട് നിൽക്ക് ബർക്കത്തില്ലാണ്ടായിട്ട് പിന്നെ നിൽക്ക് നെമ്മതിക്കല്ല, എല്ലാവരും ഷാപ്പ നിൽക്ക് കിട്ടിയിട്ട്. അപ്പോൾ ശമ്പളം കൊടുക്കടങ്ങ അങ്ങനെ പണിക്കാർക്ക് കറക്റ്റ് ശമ്പളം കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ കൂടെ ഞങ്ങൾക്ക് പടിപാട്ടിത്തുണ്ട്. അതുപോലെ പണിയെടുക്കുന്ന ആൾമാറും അതേപോലെ അങ്ങും എന്താവണം, നല്ല നീയത്തിൽ പണിയെടുക്കണം. ദോങ്കിയാക്കോ തീര ദഗൽബാജാക്കോ തീര. ചില ആൾമാർ ധനിമാർ അങ്ങനെ എതിരിൽ മാത്രം നല്ല പണിയെടുത്ത പോലെ ആക്കാറ്, അങ്ങനെ ഇല്ലാത്തപ്പോൾ പണിയെടുക്കില്ല. അപ്പോൾ ഇപ്പോൾ ടൈം പാസ്സാക്കുന്നത് കണ്ടു. അപ്പോൾ അത് നാലാഖിറത്തിൽ അതുക്കും ചോദ്യം നാളട്ടേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഞങ്ങൾക്ക് പടിപാട്ടിത്തുണ്ട്. എന്തേ ഒരാൾ പിന്നെ തൻ്റെ യജമാനയുടെ പണി കറക്റ്റ് എടുത്തിട്ട് അള്ളാഹുടെ കടമയും അയാൾ തീർത്തിട്ട്, യജമാനയുടെ തൻ്റെ ധനിയുടെ കടമയും തീർത്തിട്ട് അള്ളാഹുടെ പിന്നെ കടമയും കറക്റ്റ് തീർത്തിട്ടായെങ്കിൽ അയാൾ 2 കൂലിയുണ്ട്. ഒന്ന് അയാളുടെ
ധനിയുടെ അനുസരിച്ചതും പിന്നെ അള്ളാഹുടെ അനുസരിച്ച് രണ്ട് കൂലിയായിരിക്കും അള്ളാഹു കൊടുക്കടാണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടെ പണി കറക്റ്റ് വേണം, എങ്കിലേ നിങ്ങൾക്കത് ഹലാലായിട്ട് കിട്ടും. പണ്ടൊരാൾ ഒരു കുറേ കോലുങ്ങ ശേഖരിച്ചിട്ട് അയാൾ കൊണ്ടുപോകുക തീരുമാനിച്ചിട്ട്, കുറേ കോലുങ്ങ കത്തുപാട്ടമുള്ള കോലും ആ കോല് പുറത്തോണ്ട് പോകുക അയാൾ തീരില്ല. അപ്പോൾ വേറെ ഒരാളുടെ കൂലി കയ്യിൽ പിടിച്ചിട്ട് പണിക്കാരനെ പിടിച്ച് വന്നിട്ട് ഈ കോലിനെ കൊണ്ടുപോയിട്ട് എന്താക്കണം, നീ ഔത്തുകിടണം, എനിക്ക് ನಾನು കാശ് തന്നാണ്ട്. അപ്പോൾ അയാൾ അതേ കോലിലെ കെട്ട് കൊടുത്തോണ്ട് പോയി തൗത്തു. എതിരിൽ ധനി പോയിട്ടുണ്ടു, പെരൊത്ത് കോല് പുറത്തോണ്ട് ഇയാൾ പോയിട്ടുണ്ടു. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ദിന്നായിത്തത്. അപ്പോൾ ഇയാൾ എന്താക്കിയിട്ട് നല്ല 2 പീസ് കോലെടുത്തിട്ട് നല്ല പൊതൽ എറിഞ്ഞ് വിട്ടിത്തു, ചെന്ന് ദിന്ന കോലടി ആവുകയായിട്ട്. അങ്ങനെ തിൽ ഹഗുറായിട്ട് ഭാര്യ കൊസ്സിർ പോയിട്ട് കൊണ്ടുപോയിട്ട് ഔത്തു കൊടുത്തു. അങ്ങനെ അയാൾക്ക് ബേനായപ്പത്ത് പൈസ ഇയാൾ കൊടുത്തു. അങ്ങനെ അയാൾ മറിച്ചാൽ പിന്നെ അയാളൊരു ചങ്ങായി കിനാവ് കണ്ടപ്പോൾ ചങ്ങായിക്ക് എടുത്തുള്ള എങ്ങനെയുണ്ട് കബൂറിൻ്റെ ജീവിത റാഹത്തുള്ള നിങ്ങൾ. അപ്പോൾ ഇയാൾ ചെന്ന് അൽഹംദുലില്ലാ ബാക്കിയുള്ള വിഷയമെല്ലാം ഓക്കെ, ഇബാദത്തെല്ലാം ഞാൻ എടുത്തോണ്ടിരുന്ന അത്യാവശ്യത്ത്, അതിൽ വിഷയത്തൊന്നും നമുക്ക് വലിയ കഷ്ടമായിട്ടില്ല. പക്ഷേ ഞാനൊരു ജീവിതത്തിൽ തപ്പാക്കിയ ഒരാൾ നന്നിട്ട് കോല് പുറക്കു ചെന്നപ്പോൾ ഞാൻ കോല് പുറത്തുണ്ടപ്പോൾ അത് ദിന്നായപ്പോൾ ഒരു 2 പീസ് കോലിൽ അയാൾ ഗൊന്തില്ലാത്ത പോലെ ഞാൻ പൊതൽ എറിഞ്ഞിന്നെ. അത് സംബന്ധിച്ചിട്ട് ഭയങ്കര എൻക്വയറിനകത്തുണ്ട് കബൂറിലു. എന്നിട്ട് സതതമായിട്ട് ചോദ്യമായിട്ടുണ്ട്, എന്തുകൊണ്ട് നീ അങ്ങനാക്കി, എന്തുകൊണ്ട് നീ വഞ്ചിച്ചാൻ ചെന്നിട്ടു, അതേ സംബന്ധിച്ചുള്ള ശിക്ഷ ഇന്നും നമുക്ക് തീർന്നിട്ടില്ല ആയിട്ട് അയാൾ ചെന്നിട്ട്. അപ്പോൾ നോക്കറു വഞ്ചനാക്കോ തീര ഞങ്ങൾ നയിക്കടെ നയിപ്പു അത് കറക്റ്റായിട്ട് നീയത്തിൽ നയിക്കണം, എന്നിട്ട് ಅದಕ್ಕೆ ಬೇನಾയ ಸಂಬಳ ഞങ്ങൾ എടുത്തോളണം. അപ്പോൾ നീയത്തിൽ നയിക്കടാൾ നീയത്തിൽ നയിക്കണം, ശമ്പളം കൊടുക്കടാൾ കറക്റ്റ് അയാൾ സന്തലാവ് പോലെ ശമ്പളം കൊടുക്കണം, എങ്കിൽ രണ്ടാൾക്കും അതിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നാലെല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, നാലെല്ലാ വിഷയത്തിലും അള്ളാഹു ബർക്കത്താക്കട്ടെ, എല്ലാ ആഫത്തും മുസീബത്തും അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തും അള്ളാഹു ഇസ്സത്തിലും ഖൈർ അഹൽക്കാരെ കൂട്ടത്തെ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു